ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറേ പേർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് പിമ്പിൾസ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരും മല്ലടിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. എനിക്കും നല്ലൊരു ഇഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. നമ്മുടെ ചാനലിൽ കുറെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിന്ന് കാണാൻ പോകുന്നത് പിമ്പിൾസ് മാർക്സ് റിമൂവ് ചെയ്യുന്ന ഒരു കോംബോ പാക്കാണ്. അതായത് നല്ലൊരു മോയ്സ്ചറൈസ്, അതായത് പിമ്പിൾ റിമൂവിങ് ക്രീം പ്ലസ് മോയ്സ്ചറൈസിങ്, അതേപോലെ തന്നെ നമുക്ക് പിമ്പിൾ മാറുന്ന ഒരു ടോണർ പ്ലസ് പിമ്പിൾ മാറുന്നതിനുള്ള പാക്ക്. ഇഫക്റ്റീവ് ആണ്, 101% ഇഫക്റ്റീവ് ആണ്. 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറെ ഉണ്ടെങ്കിൽ സിവിയർ ആണെങ്കിൽ 1 വീക്ക് കൊണ്ട്, 1-2 ആണെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് അടപടലെ മാറുന്ന ഒരു കോംബോ ആണ് നമ്മൾ കാണാൻ പോകണം. അപ്പൊ നമുക്ക് ടീനേജേഴ്സിന് ഉപയോഗിക്കാം, വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് പിമ്പിളൊക്കെ വരുന്ന ഒരു ഏജ് തുടങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതേപോലെ മെയിൻലി എനിക്കും ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഈ മാസത്തിൽ വരുന്ന ഒരു പിമ്പിൾസ് ഉണ്ടല്ലോ, നമുക്ക് പീരിയഡ്സിന്റെ ടൈമില് നമുക്ക് 2-3 പിമ്പിൾ ഈ മാസം വരും. അപ്പൊ നമ്മൾ അതിന് അടുത്ത മാസം ആകുമ്പോൾ അതിന്റെ പാടൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കി ഫേസ് കൊണ്ടിരിക്കും. അടുത്ത മാസം കറക്റ്റ് വീണ്ടും ചിലപ്പോൾ 2-3 ആവും, ചിലപ്പോൾ അതിനും കൂടുതൽ വരും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ്. അപ്പൊ അങ്ങനെ പിമ്പിൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക, ഫേസിൽ നിന്ന് പിമ്പിൾ മാർക്സ് ഒഴിഞ്ഞിട്ടുള്ള ടൈമില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നാളായിട്ട് പിമ്പിൾ ഇല്ല, ഫേസിൽ ഒറ്റ പിമ്പിൾ തന്നെ ഇല്ല എന്ന് പറയാം. നല്ല അടിപൊളിയായിട്ടാണ് ഫേസ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മാർക്സും ഇല്ല, പിമ്പിൾസ് വരുമ്പോഴാണോ നമുക്ക് ആ മാർക്സും കൂടി വരുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് റോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആണെങ്കിൽ ലൈക്ക് കൂടി കൊടുക്കുക. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോ ക്ഷീണിച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ബിക്കോസ് ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ അപ്പോൾ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നല്ല അധ്വാനിക്കുന്നുണ്ടായിരുന്നു. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വെയിറ്റ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെപ്പോഴും PCODയുടെ ആ ഒരു കൺട്രോളിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വേഗം കുറയ്ക്കാനും പറ്റും നമ്മൾ വിചാരിച്ചാൽ കേട്ടോ. അങ്ങനെയുള്ള ഒരു ഇതാണ്, ബോഡിയാണ്. അതേപോലെ നമ്മുടെ ബോഡി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നോക്കാം. അപ്പോൾ നമുക്ക് കുറെ പേർക്ക് അറിയാം ജീരക പാക്ക് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ജീരകം ഇട്ടിട്ടുള്ള ആ ഒരു പാക്ക്, ഒറ്റ ഇൻഗ്രീഡിയന്റ് മതി, ജീരകം. ജസ്റ്റ് ജീരകം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഫേസിനാണെങ്കിലും അതേപോലെ പിമ്പിൾസ് മാറാനും ഫേസിലെ ഗ്ലോ വരാനൊക്കെ ഒത്തിരി നല്ലതാ. ഒരു കുറെ റിസൾട്ട് എനിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പിൽ നിറച്ചുണ്ട് റിസൾട്ട്. ഞാൻ പിന്നെ എപ്പോഴും വന്നിട്ട് ജീരക പാക്ക് ഇട്ടു മാറി, ജീരക പാക്ക് ഇട്ടു ഇത് പിമ്പിൾ മാറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടണ്ടാച്ചിട്ടാണ് കുറെ വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ വാട്സാപ്പിൽ. അപ്പൊ ഒത്തിരി പേരുണ്ട്, നമുക്ക് മിക്ക വീഡിയോയിലും കാണാൻ പറ്റും. നല്ല സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫേസ് വരുന്ന കുറെ പേരുണ്ട് കേട്ടോ. കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട് അടിപൊളിയാണ്, കുറച്ച് ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യും. അതേപോലെ കുറച്ച് പേർക്കൊക്കെ പാടുകളും മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോംബോ ആണ്. നമുക്ക് അത്യാവശ്യം വലിയ കാശലൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊരു പാക്കറ്റ് ജീരകം ഉണ്ടായാൽ മതി, സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കാണാം. ആ ഒരു കോംബോ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഒരു കോംബോ ആയിട്ട് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, നമ്മള് ആ ഒരു റിസൾട്ട്, അതായത് നമുക്ക് പിമ്പിള് വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കൂടി ഈ കോംബോയിലൂടെ നമുക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം ജീരകം അത്രയും നല്ലതാണ്. നമ്മുടെ പിമ്പിൾസ് മാർക്സിനാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും ഫാസ്റ്റ്ലി റിമൂവ്, 2-3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് റിമൂവ് ആവും. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ജീരകം പൊടിച്ച് നല്ല നീറ്റായിട്ട് ക്ലീനാക്കി പൊടിച്ച് ഇതുപോലെ ഒരു ചെപ്പിലേക്ക് വെച്ചേക്കാണ് കേട്ടോ. കാരണം അത്രയും പ്രഷ്യസ് ആണ് നമുക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ഫേസിലത്തെ കുറേ പ്രശ്നങ്ങൾ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ, പ്രത്യേകിച്ച് പിമ്പിൾ മാർക്കും പിമ്പിൾസും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് അല്ലെങ്കിൽ മോര്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും സ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് സ്യൂട്ടായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തൈര് മോരാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഇന്ദുപ്പോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ കറിയുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. വേഗം കരിയും പിമ്പിള്. അപ്പോൾ ഞാൻ ഒരു നുള്ള് ഇന്ദുപ്പ് ഇട്ട് കൊടുത്തു. ഇന്ദുപ്പിന് അത്ര വലിയ വിലയൊന്നുമില്ല കേട്ടോ, 10-20 രൂപയുള്ളൂ, നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കറിയപ്പും ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് പീരിയഡ്സിൻ്റെ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത്. പീരിയഡ്സ് വരുന്നതിൻ്റെ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 6-7 ദിവസത്തിന് മുൻപെങ്കിലും ഉപയോഗിക്കും. ചിലർക്ക് ഒരാഴ്ച മുന്നൊക്കെ പിമ്പിൾ വന്നു തുടങ്ങും. അങ്ങനെയുള്ളവർ ഒരാഴ്ച മുന്നേ തുടങ്ങിയിട്ട് ഇത് ഉപയോഗിക്കുക, രാത്രി മാത്രം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് പീരിയഡ്സ് വരുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുൻപ് തുടങ്ങിയിട്ട് രാത്രി ഉപയോഗിക്കുക. രാത്രി ഈ ഒരു ആക്നെ കിറ്റ്, അതായത് ആക്നെ കിറ്റ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു കിറ്റ് ഇതിൽ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ടോണർ ഉണ്ട്, മോയ്സ്ചറൈസറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് രാത്രി എടുക്കാൻ നേരത്ത് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് വെക്കുക. പെട്ടെന്ന് തന്നെ വലിഞ്ഞു കിട്ടും. 20 മിനിറ്റ് വെക്കുക. നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ ഫേസിന്. അപ്പോൾ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം ആദ്യമായിട്ട് കാണുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ്
മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് വെറുതെ നോർമലായിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി നല്ലതാണ്. പിമ്പിൾസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പിൾസിന് നമുക്ക് തുരത്താന്ന് തന്നെ പറയാം. ടീനേജേഴ്സിനാണെങ്കിലും ഏജ്ഡ് ആയവർക്കും ഒക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ജീരകം അലർജി ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ചിലർക്ക് എല്ലാ കാര്യം എല്ലാവർക്കും പിടിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് സ്യൂട്ട് ആവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ റിമൂവ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പാറ്ററൈ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നോർമലായിട്ട് ജസ്റ്റ് ഒരു കോട്ടൺ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം മുഖം. അതിന് ശേഷം നമുക്ക് നല്ലൊരു ടോണർ വേണം. അപ്പോൾ സെയിം നമുക്ക് നല്ലൊരു ഈ ഒരു ആക്നെ കിറ്റിൽ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ടോണറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിന് വേണ്ടത് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കാം. അതിലേക്ക് സെയിം നമ്മുടെ ജീരകം എടുക്കുക. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി തയ്യാറാക്കുക, കാലത്ത് തയ്യാറാക്കി വെച്ചാലും മതി. നമുക്ക് ടോണറായിട്ട് നമുക്ക് രാവിലെ വൈകുന്നേരം വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനെപ്പോഴും രാത്രി ഉപയോഗിക്കാനാണ് പറയുക. പിമ്പിളുള്ളവർക്കാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം. അതായത് പീരിയഡ്സിന് സമയമുള്ളവരാണെങ്കിൽ പീരിയഡ്സിന് ഒരു ആഴ്ച മുന്നോ 3-4 ദിവസം മുന്നേ ആയിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് തിളപ്പിക്കാം. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1/2 ഗ്ലാസ് ആക്കാം. എന്നിട്ട് ഞാൻ ഇവിടേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, നല്ലൊരു ആ ഒരു അരിച്ചിട്ട് ആ തരിതരിപ്പൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവില്ലേ. നമുക്ക് ആ ഒരു ക്രീമും കൂടി നമുക്ക് തയ്യാറാക്കണേ. നമുക്ക് പിമ്പിളിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പിമ്പിൾ റിമൂവൽ ക്രീമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ടോണറാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ നല്ലതായില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിൽ തിളപ്പിച്ച് വെച്ചാലും മതി. രാത്രി കിടക്കാൻ നേരമാകുമ്പോൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് ഇങ്ങനെ എന്താ പറയുക തൂളിച്ച് കൊടുത്താൽ മതി. അതായത് മുഖത്ത് ഒഴിച്ച് കഴുകിയാലും മതി. എന്നിട്ടൊന്ന് ഉണങ്ങാൻ തുടച്ച് കളയാണ്ട്. ഞാൻ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി തയ്യാറാക്കേണ്ടി വരും. കാരണം ഇതൊരു പെട്ടെന്ന് കേടാവും. ജീരകം ആയതുകൊണ്ട് തിളപ്പിച്ച് വെക്കുന്നതിൽ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആയതിന്, അതായത് ഒരു പാർട്ട് ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേറെ കഴുകി കളയരുത് ടോണർ. ഇത് അങ്ങനെ തന്നെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവും. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസിങ്, അല്ലെങ്കിൽ നമുക്കൊരു പിമ്പിൾ റിമൂവൽ ആക്നെസ് റിമൂവ് ചെയ്യാനുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു ജ്യൂസാണ്, ഏകദേശം 1 സ്പൂണ്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നിലാസ് ഹെർബ്സിൻ്റെ നിലാസ് അലോവേര ജെല്ലാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് നമ്മുടെ കാർട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഏത് അലോവേര എടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 1-1.5 സ്പൂൺ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അലോവേര ഇട്ട് കൊടുക്കാം. അലോവേര ഇടുമ്പോൾ അലോവേര അല്ല, റോസ് വാട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി റോസ് വാട്ടറും കൂടി ഇട്ടാൽ കുറച്ചും കൂടി അലോവേര മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അലോവേര കുറേ അധികം മിക്സ് ചെയ്താൽ നമുക്ക് ഈ ജീരകത്തിൻ്റെ ഗുണം അത് കുറച്ചും കൂടി കുറയും. കുറേ അലോവേര ആകുമ്പോഴേ അലോവേര മുന്നിട്ട് നിൽക്കണ്ട. ഈ 2 എടുത്താലും മതി. കാരണം ഇപ്പോൾ തന്നെ നല്ലൊരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് റോസ് വാട്ടർ ഇട്ടാൽ കുറച്ചും കൂടി ലൂസ് ആവില്ല. അതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഡെയിലി ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു സ്മെല്ല് വരും ജീരകം തിളപ്പിച്ചതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ആക്നെ കിറ്റ്. ആക്നെസ് മാറാനുള്ള ടോണർ, അതുപോലെ തന്നെ ക്രീം, അതേപോലെ തന്നെ നമ്മുടെ പാക്കപ്പ്. ഇതാണ് നമ്മുടെ ആക്നെ കിറ്റ് കേട്ടോ. അതായത് പിമ്പിൾ റിമൂവൽ കിറ്റ് എന്ന് പറയാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിമ്പിൾ നന്നായിട്ടുള്ളവർ ഡെയിലി ഉപയോഗിക്കുക. പിമ്പിൾ മാറിക്കഴിഞ്ഞ ആഴ്ചയിൽ ഒരു തവണ രാത്രി ഈ ഒരു കിറ്റ് ഈ ഒരു 3 കാര്യം ഉപയോഗിക്കുക. പീരിയഡ്സിൻ്റെ സമയത്താണെങ്കിൽ നമുക്കിത് പീരിയഡ്സ് വരുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് ഉപയോഗിക്കുക. പീരിയഡ്സിൻ്റെ ടൈമിലും രാത്രി മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിൽ രാത്രി മാത്രം ഉപയോഗിക്കുക കേട്ടോ. അത് ഏറ്റവും നല്ലത് അതാണ്. രാത്രി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുക. എന്നിട്ട് നമ്മുടെ ടോണർ ജസ്റ്റ് ഒന്ന് ഒന്ന് അബ്സോർബ് ആയതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീം തേച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് എന്തെങ്കിലും ഫേസ് വാഷ് പൗഡർ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയുക. രാത്രി മാത്രം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് 2 നേരം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി മാത്രം ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പീരിയഡ്സിൻ്റെ ഡേയ്സിലും അതേപോലെ അതിന് തൊട്ട് മുൻപുള്ള ഒരു 3-4 ദിവസം മുൻപ് തുടങ്ങിയിട്ട് രാത്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് ഒത്തിരി ആയിട്ട് കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു
രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ റിസൾട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ജീരകം. ഫേസിലെ പാടും മാറുന്നുണ്ട്, അതേപോലെ പിമ്പിൾ വരാതെയും വന്ന പിമ്പിളിനെ മാറാനും കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പ്രിവെന്റ് ചെയ്യാനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വലിയ വലിയ ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വരെ ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര വലിയ എന്താ പറയാ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് ജീരകം ഉണ്ടായാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാം. അതേപോലെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, കാരണം നമ്മുടെ സ്കിന്നിൽ ഒത്തിരി നല്ലതാ ജീരകം. ഉള്ളിലാണെങ്കിൽ ഇന്റേണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ ആണെങ്കിൽ ഒത്തിരി നല്ലതാ. അപ്പൊ ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇപ്രാവശ്യത്തെ പീരിയഡ്സിന്റെ സമയത്തോ അല്ലെങ്കിൽ പിമ്പിൾ നന്നായിട്ട് ഉള്ളവരോ ഈ ഒരു കോംബോ കണ്ടിന്യൂ ചെയ്യുക. പിമ്പിൾ നന്നായിട്ട് ഉള്ളവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിമ്പിൾ നന്നായിട്ട് മാറിയതിന് ശേഷം ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കുക. ബാക്കിയുള്ള ഒരു പീരിയഡ്സിൽ 7 ദിവസങ്ങൾ, അതായത് സ്റ്റാർട്ടിങ് 7 ദിവസം തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു പീരിയഡ്സിന്റെ ആ ഒരു ഡേയ്സ് ഉണ്ടല്ലോ, അതിൽ 7 ദിവസവും ഇത് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾ എന്തായാലും റിസൾട്ട് പറയാട്ടോ, എന്തായാലും പറയണേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.